ഈ കമ്പയർ ചെയ്യണതാണോ ശരിക്കുള്ള പ്രശ്നം, അതല്ലാതെ ചെയ്യുന്ന രീതിയാണോ? നോർമലി നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മളെക്കാട്ടിലും മുകളിലുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്കതിന് ശേഷം ഒരു വല്ലാത്തൊരു ജലസ് ഫീലിങ്ങോ അല്ലെങ്കിൽ നമ്മളെ പറ്റുന്ന ഒരു ബാഡ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെയാണ് വരിക. പക്ഷേ നമ്മൾ ഈ കമ്പാരിസനെ എമ്യുലേഷനാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. എമ്യുലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു വ്യക്തിനെ കണ്ടിട്ട് അവർക്കിതുണ്ട്, അവർക്ക് അങ്ങനെയാണ്, നമുക്കൊന്നും അങ്ങനെ ഇല്ല എന്ന് വിചാരിക്കാതെ അവരെ ആ സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, നമുക്കിതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ ഒരു രീതി ആകുമ്പം ഒരു പോസിറ്റീവ് വേയിൽ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീലിംഗ് തോന്നില്ല. ഈ ഒരു വ്യക്തിൻ്റെ ലൈഫിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും കുറേ അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടെങ്കിലും ലൈഫൊക്കെ സെറ്റാണെങ്കിലും അവരുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അവരതൊക്കെ തരണം ചെയ്തിട്ട് തന്നെയാണ് ഈ ലെവലിൽ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ എന്ന് മാറിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യൂ നമുക്ക് വരും. ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചിനെ നമുക്ക് ഇതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരും. ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും കമ്പാരിഷൻ തോട്ട്സ് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഷിഫ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ നമ്മളെ ബ്രെയിൻ തന്നെ എൻവി മോഡിൽ നിന്ന് മാറിയിട്ട് സ്റ്റഡി മോഡിലോട്ട് മാറും. ഇതേപോലെ സെൽഫ് ഡൗട്ട്, കമ്പാരിഷന്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഹെൽപ്പ് എന്നിടാം. ഫോളോ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്.